പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു മധുരക്കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടി എന്തിനൊപ്പവും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ നമ്മൾ കുറച്ച് മൂത്ത നല്ല പുളിയുള്ള അതുപോലെ തന്നെ കുറച്ച് മധുരമുള്ള മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തത്. അതിതാ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അളവിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണെങ്കിൽ മാങ്ങേൻ്റെ അളവും അതുപോലെ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുക. ഇനി നമ്മളൊരു ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ള് നല്ല ജീരകവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു നുള്ള് ഉലുവ, അതുപോലെ ഒരു നുള്ളി കരിഞ്ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടിയും ചേർക്കുന്നുണ്ട്. കുരുമുളക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മുഴുവനായിട്ട് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങയും കൂടിയും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മാങ്ങ നല്ല പോലെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. അപ്പോൾ മാങ്ങേൻ്റെ മേലെ നിൽക്കുന്ന വിധത്തിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളക്കുന്ന സമയത്താണ് നമ്മളിത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മാങ്ങ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും, കാരണം കുറച്ച് മധുരമൊക്കെയുള്ള മാങ്ങ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്തിട്ട് അതൊന്ന് അലിഞ്ഞ് ചേർന്നവരെ നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ വെന്തിട്ടില്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു നുള്ള് കായപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ലോണം ഉടഞ്ഞ് ചേരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഐറ്റം ഇവിടെ റെഡിയായി. അപ്പോൾ ഇതൊരു മധുരക്കറിയായിട്ടും തൊടുകറിയായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇതുപോലൊരു ഡിഷ് നമുക്ക് സൈഡിലുണ്ടെങ്കിൽ ചോറ് തിന്നാനും അതുപോലെ തന്നെ ചപ്പാത്തി തിന്നാനും വേറെ ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തിൻ്റെ കൂടി നമുക്കിത് സെർവ് ചെയ്യാം. പച്ചമാങ്ങ കൊണ്ട് ഒരുപാട് റെസിപ്പീസ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്